ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ. അങ്ങനെ നമ്മുടെ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. നമ്മൾ കൃത്യമായിട്ട് എക്സാമിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു. ഇനി ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിൽ അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള അവസരം പരീക്ഷ ഭവൻ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തി കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഈ വരുന്ന കേട്ടിട്ട് ഉറപ്പായിട്ട് നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. പക്ഷെ അവിടെ എന്ത് വേണം? നമ്മുടെ പഠനം എന്ന് പറയുന്നത് ചിട്ടയായിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം. നമ്മൾ ചിലപ്പോൾ എല്ലാ ദിവസവും എന്തൊക്കെയോ പഠിക്കുന്നുണ്ടായിരിക്കും. പഠിച്ച കാര്യങ്ങൾ കുറെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും, കുറെയൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അല്ലെ. മറക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ച കാര്യങ്ങള് ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? അത് മറവിയിലേക്ക് പോകുന്നുണ്ട് അല്ലെ. ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഹെർമൻ എബിൻഹോസ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് കർവ് ഓഫ് ഫോർഗെറ്റിംഗ് അല്ലെ. നമ്മൾ മറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കർവ് കൊണ്ടുവന്നിട്ടുള്ളത് ഹെർമൻ എബിൻഹോസ് ആണ്. അപ്പൊ മൂപ്പരാണ് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും മറന്നു പോകുന്നുണ്ട്. അപ്പൊ പഠിച്ച കാര്യങ്ങൾ മറന്നു പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല അല്ലെ. നമുക്ക് എക്സാമിന്റെ അന്ന് വരെയും പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാകണമെങ്കിൽ അവിടെ എന്തും കൂടെ ചെയ്തിട്ടുണ്ടായിരിക്കണം? നമ്മൾ കൃത്യമായിട്ട് റിവിഷൻ കൂടെ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ പഠിച്ച കാര്യങ്ങള് കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുമ്പോഴാണ് അത് എവിടെ തങ്ങി നിൽക്കുന്നത്? നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ തങ്ങി നിൽക്കുന്നത്. ഈ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? സൈക്കോളജിയിലാണ്. കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നമുക്ക് അത്യാവശ്യം നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. 30 മാർക്ക് നമുക്ക് കേട്ടറ്റ് കാറ്റഗറി 1നും 2വിനും നമുക്ക് വളരെ പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോ K3നെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ 40 മാർക്കാണ് നമുക്ക് സൈക്കോളജിയിൽ നിന്നും ചോദിക്കാറുള്ളത്. അപ്പൊ വളരെ നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ സൈക്കോളജിയിലെ ഈ മുഴുവൻ മാർക്കും നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പഠനം നല്ല തകൃതിയായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് സൈക്കോളജി ക്വസ്റ്റ്യൻസ് നോക്കാനായിട്ടാണ്. നമുക്കറിയാം, സൈക്കോളജിയിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത് അല്ലെ. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, ആപ്ലിക്കേഷൻ ലെവല് കോൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ തിയറിന്റെ ബേസിൽ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പലതരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മയെ എനിക്കിഷ്ടമാണ്, അമ്മയാണ് ദൈവം, അമ്മ എനിക്ക് പാല് തരും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നത് ഏത് രീതിയിലാണ്? ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒപ്പം തന്നെ മനസ്സിലാവും ഇതെന്താണ്? ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഡയറക്റ്റ് ഒരു തിയറി തരുന്നു, ഈ തിയറി ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മറിച്ച് എന്താണ്? ഒരു സിറ്റുവേഷൻ ആണ് തന്നിട്ടുള്ളത്. എന്താണ്? അമ്മയെ എനിക്ക് ഇഷ്ടമാണ്, അമ്മയാണ് ദൈവം, അമ്മ എനിക്ക് പാല് തരും തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നു. ഇവിടെ ഈ ഒരു ആശയം കുട്ടികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സ്വീകരിച്ചിട്ടുള്ള രീതി ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെ രീതികൾ കൊടുത്തിട്ടുണ്ട്? ആവർത്തന രീതി, ഓർമ്മയുമായി ബന്ധപ്പെട്ട് വരുന്ന രീതി, ചാക്രികാരോഹണ രീതി, സഹവർത്തിത്വം. ഇവിടെ ഏത് രീതി അനുസരിച്ചാണ് അമ്മ എന്ന് പറയുന്ന ഒരു ആശയം കുട്ടികളിലേക്ക് എത്തിക്കുന്നത്? ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? ആവർത്തനമാണോ, ഓർമ്മയാണോ, ചാക്രികാരോഹണമാണോ, സഹവർത്തിത്വമാണോ? ഏതാണ് ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ സി ആണ്, ചാക്രികാരോഹണ രീതി അല്ലെ. എന്താണ് ഈ ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത്? ഒരാശയത്തെ പറ്റി വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം അവതരിപ്പിക്കുന്നു, അതിൽ നിന്നും കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യങ്ങൾ വഴിയെ വഴിയെ അവതരിപ്പിക്കുന്ന ഒരു രീതി തന്നെയാണ് നമ്മൾ ചാക്രികാരോഹണ രീതി അല്ലെങ്കിൽ സ്പൈറൽ കരിക്കുലം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇവിടെ എന്താണ്? അമ്മയെ എനിക്കിഷ്ടമാണ്, അതൊരു കോൺസെപ്റ്റ് ആണ് അല്ലെ. ഇനി അടുത്തത് എന്താണ്? അമ്മയാണ് ദൈവം. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? അമ്മേനെ കുറിച്ചുള്ള വേറൊരു കാര്യം കൂടെ നമ്മൾ അവിടെ കൂട്ടിച്ചേർത്തു. ഇനി മൂന്നാമത്തേത് എന്താണ് പറയുന്നത്? അമ്മ എനിക്ക് പാല് തരും. ഈ 3 പ്രയോഗത്തിലും നമ്മൾ കാണുന്നത് എന്താണ്? അമ്മ എന്ന് പറയുന്ന ഒരാശയത്തെ പറ്റി പ്രതിപാദിപ്പിക്കുന്ന കോൺസെപ്റ്റുകളാണ്. അപ്പൊ ഈ ഒരു രീതിയാണ് ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത്. ഇനി ആരാണ് ഈ രീതി കൊണ്ടുവന്നിട്ടുള്ളത്? ജെറോം എസ് ബ്രൂണർ ആണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജെറോം എസ് ബ്രൂണർ. അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ കോൺസെപ്റ്റുകൾ നമുക്ക് സൈക്കോളജിയിൽ പഠിക്കാനുണ്ട്. അതിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു കാര്യമാണ് ചാക്രികാരോഹണ രീതി.
ഇവിടെ ആവർത്തന രീതി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത്? അമ്മ 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 എന്നുള്ള രീതിയിലോട്ട് ആ ആശയം നമ്മൾ എന്ത് ചെയ്യാണ്? ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. അവിടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കുട്ടി ആ ഒരു ആശയത്തെ പറ്റി മനസ്സിലാക്കുന്നുണ്ടാവില്ല. ജസ്റ്റ് എന്താണ് അമ്മ എന്നുള്ളൊരു കാര്യം മാത്രമായിരിക്കും മനസ്സിലാക്കുന്നത്. ആവർത്തിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ചോദകവും ആ പ്രതികരണവും തമ്മിലുള്ള ഒരു ബന്ധം കൂട്ടാനായിട്ടാണ് നോക്കുന്നത്. ഇനി ഓർമ്മയിൽ നിലനിർത്തുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? റോട്ട് ലേണിംഗ് ആണ്, അല്ലെ? കാണാപാഠം പഠിക്കുന്ന ഒരു രീതിയാണ് ഓർമ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഒരു കാര്യം നമ്മൾ കാണാപാഠം പഠിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു അപ്ലിക്കേഷൻ ലെവലിലോട്ട് നമുക്ക് ആ ഒരു ആശയം കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഇനി സഹവർത്തിത്വ പഠനം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഗ്രൂപ്പായിട്ടിരുന്ന് കുട്ടികൾ എന്ത് ചെയ്യുന്നു? ചർച്ച ചെയ്ത് അമ്മ എന്ന് പറയുന്ന ഒരു ആശയത്തെ പറ്റി മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിലാണ് അത് ഏതായിട്ട് വരുന്നത്? സഹവർത്തിത്വ രീതിയായിട്ട് വരുന്നത്. സഹവർത്തിത്വ രീതി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വരുന്നത് എന്താണ്? വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റിന്റെ ബേസിൽ വരുന്ന ഒരു രീതിയാണ് സഹവർത്തിത്വ പഠന രീതി, അല്ലെ? സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. ഇനി ആവർത്തനം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരുന്നത്? നമ്മൾ പറഞ്ഞു, ചോദകവും പ്രതികരണവും തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിലൂടെ പഠനം നടക്കുന്നു. അതെവിടെയാണ് വരുന്നത്? നമ്മുടെ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു രീതിയാണ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, ചാക്രികാരോഹണ രീതി എന്ന് പറയുമ്പോൾ ചെറിയ ക്ലാസ്സിലെ അതല്ലെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരാശയത്തെ പറ്റിയിട്ടുള്ള ലളിതമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ആശയത്തിന്റെ ഒരു കാഠിന്യം അനുസരിച്ച്, അതിന്റെ ടഫ്നെസ് അനുസരിച്ച് നമ്മൾ കൂട്ടി പറഞ്ഞു കൊടുക്കുന്ന ഒരു ആശയത്തിന്റെ മുകളിലേക്ക് തന്നെ വേറെ കാര്യങ്ങൾ വെച്ച് പോകുന്ന ഒരവസ്ഥ. അതാണ് സ്പൈറൽ കരിക്കുലം അല്ലെങ്കിൽ ചാക്രികാരോഹണ രീതി. ഇവിടെ ആശയങ്ങൾ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു കണക്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചിത്രങ്ങൾ, സിഡികൾ എന്നിവ ഉപയോഗിച്ച് ടീച്ചർ ക്ലാസ് ആരംഭിച്ച് വ്യക്തിഗതമായും സംഘപ്രവർത്തനം നൽകിയും ക്രോഡീകരണം നടത്തുന്നു. ഇത്തരമൊരു ക്ലാസ്സിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങളുടെ പ്രയോഗം കണ്ടെത്താൻ കഴിയും? ഇതും എന്താണ്? ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? നമ്മൾ കഴിഞ്ഞ തവണത്തെ കേട്ടറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. കൂടുതലായിട്ടും ഇപ്പൊ എങ്ങനെയാണ്? ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടറ്റിന് ചോദിക്കുന്നത്. തിയറിയുമായി ബന്ധപ്പെട്ട് ഒരു സിറ്റുവേഷൻ തരുന്നു, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആശയങ്ങൾ, അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ചോദ്യങ്ങൾ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? മാക്സിമം ആപ്ലിക്കേഷൻ ലെവലിൽ നിന്നിട്ടുള്ള ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചോ. ചിത്രങ്ങൾ, സിഡികൾ എന്നിവ ഉപയോഗിച്ച് ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നു? ക്ലാസ് ആരംഭിക്കുന്നു. അതിനുശേഷം വ്യക്തിഗതമായിട്ട് കുട്ടികളോട് ചിന്തിക്കാൻ പറയുന്നു. അതിന്റെ കൂട്ടത്തിൽ എന്തും കൂടെ പറയുന്നുണ്ട്? സംഘപ്രവർത്തനം നൽകിയും ഒരു ക്രോഡീകരണം നടത്തുന്നു. ഇത്തരമൊരു ക്ലാസ്സിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങളുടെ പ്രയോഗം കണ്ടെത്താൻ കഴിയും? ഇനി ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. ഓപ്ഷൻ എ പ്രശ്നോന്നീത സമീപനം, വിമർശനാത്മക സമീപനം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതി സമീപനം. ബി പ്രശ്നോന്നീത സമീപനം, ജസ്റ്റാൾട്ട്, ബഹുമുഖ ബുദ്ധി സമീപനം. സി പ്രശ്നോന്നീത സമീപനം, വിമർശനാത്മക ബോധനം, ജസ്റ്റാൾട്ട്. ഓപ്ഷൻ ഡി പ്രശ്നോന്നീത സമീപനം, ജസ്റ്റാൾട്ട്, സാമൂഹ്യ ജ്ഞാന നിർമ്മിതി സമീപനം. ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്? ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചിട്ട് ഓപ്ഷൻസ് നോക്കാം. അപ്പൊ നമുക്ക് ഒന്നും കൂടെ കാര്യങ്ങൾ കിട്ടും, അല്ലെ? ഇവിടെ ആദ്യം എന്താണ് ചെയ്യുന്നത്? ടീച്ചർ ക്ലാസ്സിലേക്ക് വന്ന് ആദ്യം തന്നെ ഏതാശയമാണോ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് അത് അവതരിപ്പിക്കല്ല ടീച്ചർ ചെയ്തിട്ടുള്ളത്. മറിച്ച് എന്താണ് ചെയ്തിട്ടുള്ളത്? ചിത്രങ്ങളും സിഡികളും ആണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കും? ആദ്യം ടീച്ചർ ഉദ്ദേശിക്കുന്നത് ഒരു പ്രശ്നോന്നീത സമീപനം കൊണ്ടുവരിക, അല്ലെ? നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇനി അതിനുശേഷം എന്ത് ചെയ്യുന്നു? വ്യക്തിഗതമായിട്ട് ചിന്തിക്കുന്നു. വ്യക്തിഗതമായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് എന്താണോ ആശയത്തെ പറ്റി മനസ്സിലാക്കുന്നത് അതിനെപ്പറ്റി എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടോ അത് അവതരിപ്പിക്കുന്നു. ഇനി അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? സംഘപ്രവർത്തനം കൊടുക്കുന്നുണ്ട്, അല്ലെ? ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാനായിട്ടുള്ള അവസരം ആര് കൊടുക്കുന്നു? ടീച്ചർ കൊടുക്കുന്നു. അതിനുശേഷമാണ് ക്രോഡീകരണം നടത്തുന്നത്. ഇങ്ങനെയൊരു ക്ലാസ് മുറിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന സമീപനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്, അല്ലെ? ആദ്യം വരുന്നത് എന്താണ്?
പ്രശ്നോന്നീത സമീപനം. ഉദാഹരണങ്ങളിൽ കൂടെ ടീച്ചർ എന്ത് ചെയ്തു? ഒരു പ്രശ്നം കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിച്ചു. വ്യക്തിപരമായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? വിമർശനാത്മക സമീപനമാണ് വരുന്നത് അല്ലെ? ഈ പറഞ്ഞ കാര്യങ്ങള് ശരിയാണോ തെറ്റാണോ, സമൂഹത്തിൽ നിലനിൽക്കുന്നതാണോ തുടങ്ങിയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു? കുട്ടി വ്യക്തിഗതമായിട്ട് ആശയങ്ങളെ പറ്റി ചിന്തിക്കുന്നു. ഇനി അതിനുശേഷം സംഘപ്രവർത്തനം അല്ലെ, കൂട്ടായിരുന്നിട്ട് കുട്ടിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ ആശയങ്ങൾ കുട്ടി അവതരിപ്പിക്കുന്നു. ബാക്കിയുള്ള കുട്ടികളുടെ ആശയങ്ങൾ അവിടെ കേൾക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? ആ ഒരു ആശയത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് കുട്ടി മനസ്സിലാക്കുന്നു. അവിടെയാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി സമീപനം നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെ 3 സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് മുറിയില് എന്ത് ചെയ്യുന്നത്? പഠനം നടക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏതാണ്? ഒരാളുടെ പേഴ്സണാലിറ്റീനെ അല്ലെ, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏതാണ്? ഗ്രന്ഥി വ്യവസ്ഥ, ശാരീരിക അവസ്ഥ, കുടുംബം, പാരമ്പര്യം. നമുക്കറിയാം ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളിനെ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അയാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അയാളുടെ പെരുമാറ്റം, അതുപോലെ തന്നെ അയാളുടെ എല്ലാ തരത്തിലുള്ള ബിഹേവിയേഴ്സ് അല്ലെ, അതുപോലെ തന്നെ ഇടപെടലിന്റെ ഒക്കെ ആകെ തുകേനയാണ് നമ്മള് വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പൊ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ് പ്രധാനമായും നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? സാഹചര്യ ഘടകങ്ങളും വരുന്നുണ്ട്, ജനിതക ഘടകങ്ങളും വരുന്നുണ്ട്. ഒരാളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന 2 തരത്തിലുള്ള ഘടകങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സാഹചര്യ ഘടകവും വരുന്നുണ്ട്, ജനിതക ഘടകങ്ങളും വരുന്നു അല്ലെ. ഇതില് ജനിതക ഘടകം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ജനിക്കുമ്പോ തന്നെ നമ്മൾ എന്താണ്? നമുക്ക് കുറച്ച് കഴിവുകളുമായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത്. അത് തീരുമാനിച്ചിട്ടുള്ളത് എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള ജീനുകളാണ്. നമ്മുടെ പാരന്റ്സിന്റെ കയ്യിൽ നിന്നും നമ്മിലേക്ക് വന്നിട്ടുള്ള കുറേയധികം ജീനുകളുടെ അടിസ്ഥാനത്തിലാണ് ചില ജനിതകപരമായിട്ടുള്ള കഴിവുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ ഈ ഭൂമിയിലേക്ക് എത്തിയതിനു ശേഷം നമ്മുടെ പെരുമാറ്റത്തില്, നമ്മുടെ കാഴ്ചപ്പാടില്, നമ്മുടെ കഴിവുകളിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ് സാഹചര്യ ഘടകത്തിന്റെ കൂട്ടത്തില് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സും പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? സാഹചര്യ ഘടകമാണ് ചോദിച്ചിട്ടുള്ളത്. ഒരാളുടെ ഗ്രന്ഥി വ്യവസ്ഥ, അതുപോലെ തന്നെ അയാളുടെ ശാരീരിക അവസ്ഥ അല്ലെ, അയാൾ എത്ര ഹൈറ്റ് ഉണ്ടായിരിക്കണം, എത്ര വെയിറ്റ് ഉണ്ടായിരിക്കണം, അയാളുടെ അവയവങ്ങളുടെ നീളം എന്തായിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്? ജനിതക ഘടകങ്ങളുടെ ഭാഗമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. ചിലർക്ക് നമുക്കറിയാം, നമുക്ക് മാതാപിതാക്കളുടെ രൂപം, അതുപോലെ അല്ലെങ്കിൽ ഹൈറ്റ്, അവരുടെ വെയിറ്റ്, അവരുടെ അവയവങ്ങളുടേതിന് സമാനമായിട്ടുള്ള അവയവങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ. പാരന്റ്സിന്റെ അതുപോലെയുള്ള കണ്ണ്, മൂക്ക്, മുടി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? നമുക്ക് കിട്ടുന്നുണ്ട്. ജീൻ വഴിയാണ് ഇത് നമുക്ക് കിട്ടുന്നത്. അപ്പോ ശാരീരിക അവസ്ഥ എന്താണ്? ജനിതക ഘടകങ്ങളുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഇനി എന്താണ്? പാരമ്പര്യം അല്ലെ. പാരമ്പര്യവും എന്താണ്? ജനിതക ഘടകങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇവിടെ കൂട്ടത്തിൽ പെടാത്ത ആരാണ്? നമ്മുടെ കുടുംബമാണ്. നമ്മുടെ കുടുംബ സാഹചര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മള് ജനിച്ചതിന് ശേഷം, നമ്മൾ ഈ ഭൂമിയിലേക്ക് എത്തിയതിനു ശേഷമാണ് നമ്മുടെ കുടുംബം എന്ത് ചെയ്യപ്പെടുന്നത്? നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിനെ സ്വാധീനിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ തന്നെ എന്താണ്? ജനിതക ഘടകങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പാരമ്പര്യമോ അഭിരുചികളോ അല്ല, പരിശീലനമാണ് ഒരു വ്യക്തി ആരാകും എന്ന് തീരുമാനിക്കുന്നത്. ഇതേതു മനഃശാസ്ത്ര ചിന്താധാരയുടെ വീക്ഷണമാണ്? ഇതെന്താണ്? ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഇവിടെ എന്താണ്? പാരമ്പര്യമോ അഭിരുചികളോ അല്ല, മറിച്ച് എന്താണ്? പരിശീലനമാണ് ആ വ്യക്തി ആരാകും എന്ന് തീരുമാനിക്കുന്നത്. ഇതേതു മനഃശാസ്ത്ര ചിന്താധാരയുടെ വീക്ഷണമാണ്? ബിഹേവിയറിസം, സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ഹ്യൂമനിസം. ഏതായിരിക്കും? ഒരാൾക്ക് നമുക്കറിയാം അല്ലെ, പാരമ്പര്യമായിട്ട് നമുക്ക് കുറെ അധികം കഴിവുകൾ കിട്ടുന്നുണ്ട്, പരിസ്ഥിതിയിൽ നിന്നും നമുക്ക് കുറെ അധികം കഴിവുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? അയാളുടെ പാരമ്പര്യ ഘടകങ്ങളോ അല്ലെങ്കിൽ അയാൾക്കുള്ള കഴിവുകളോ അല്ല അയാൾ ആരാണെന്ന് തീരുമാനിക്കുന്നത്, മറിച്ച് എന്തുമാത്രമാണ്? അയാൾക്ക് കിട്ടിയിട്ടുള്ള ട്രെയിനിങ് അല്ലെ, പരിശീലനമാണ് ആ വ്യക്തി എന്താണെന്ന് തീരുമാനിക്കുന്നത്. ഇത് ഏതിന്റെ കീഴിൽ വരുന്നതാണ്? ഏത് ചിന്താധാരയുടെ കീഴിൽ വരുന്നതാണിത്?
ബിഹേവിയറിസം അല്ലേ? നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഡസൻ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ എനിക്ക് തരിക, ഞാൻ അവരെ ഏത് രീതിയിലുള്ള കുട്ടികളെയാണോ നിങ്ങൾക്ക് ആവശ്യം ആ രീതിയിൽ ആക്കി തരാം എന്നുള്ള രീതിയിലോട്ട് കോൺസെപ്റ്റ് വരുന്നത് ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അല്ലെ. ബിഹേവിയറിസം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, JB വാട്സന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പ്രധാനമായും കാണുന്നത്. നമ്മള് എന്ത് ചോദകമാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണം നമുക്ക് കിട്ടും. ഇനി കുട്ടികൾ എങ്ങനെ പ്രതികരിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർ പെരുമാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരെ കൊണ്ട് പെരുമാറിക്കാനായിട്ട് പറ്റും. അതിന് എന്ത് ചെയ്താൽ മതി, ആവശ്യമായിട്ടുള്ള സ്റ്റിമുലസ് കൊടുത്താൽ മതി അല്ലെ, ചോദകങ്ങള് കൊടുത്താൽ മതി. ആ ചോദകങ്ങളാണ് ഇവിടെ എന്തായിട്ട് കൊടുത്തിട്ടുള്ളത്, പരിശീലനം എന്നുള്ള രീതിയിലോട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇവിടെ ബിഹേവിയറിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരെന്താണ്, വ്യക്തിക്ക് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള കഴിവുകൾ അതിനെ ഒന്നും കൺസിഡർ ചെയ്യാതെയാണ് സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ളത്. വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള പരിശീലനമാണ് എല്ലാത്തിന്റെയും ആധാരം എന്നുള്ള രീതിയിലാണ് അവര് കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ബിഹേവിയറിസത്തിന്റെ ഫാദർ ആയിട്ട് വരുന്നത് ആരാണ്, JB വാട്സൺ ആണ്. JB വാട്സൺ ആണ്. അദ്ദേഹത്തിന് കൂടാതെ പാവ്ലോവ്, തൊണ്ടേക്ക്, സ്കിന്നർ, ഹള്ള് അല്ലെ, ഇവരൊക്കെ വരുന്നത് ബിഹേവിയറിസം എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടിലാണ്. പ്രധാനമായിട്ടും ഇവരെന്താണ്, ഒരു SR റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇനി സ്ട്രക്ചറലിസം അതുപോലെ തന്നെ ഫങ്ഷണലിസം. സ്ട്രക്ചറലിസം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, നമ്മുടെ മൈൻഡിന് ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ, ആ സ്ട്രക്ചർ ആണ് എന്ത് ചെയ്യപ്പെടുന്നത്, നമ്മുടെ പെരുമാറ്റത്തിനെ സ്വാധീനിക്കുന്നത് എന്നുള്ള രീതിയിലാണ് സ്ട്രക്ചറലിസ്റ്റുകാർ അവരുടെ കോൺസെപ്റ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സ്ട്രക്ചറലിസം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആരെയാണ്, വില്യം വൂണ്ടിനെയാണ്. ഇനി ഫങ്ഷണലിസത്തിലോട്ട് വരുമ്പോൾ അവിടെ എന്താണ്, സ്ട്രക്ചറലിസത്തിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് എതിർത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു തോട്ടാണ് ഫങ്ഷണലിസം അല്ലെങ്കിൽ ധർമ്മവാദം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഹ്യൂമൻ മൈൻഡിന്റെ സ്ട്രക്ചർ അല്ല പ്രധാനം, മറിച്ച് എന്താണ്, അത് ചെയ്യുന്ന കർമ്മം അല്ലെങ്കിൽ അതിന്റെ ജോലിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു വ്യക്തിനെ അയാളുടെ പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങിപ്പോകാനായിട്ട് സഹായിക്കുക, ഇതാണ് നമ്മുടെ മനസ്സിന്റെ ജോലി. ആ ജോലിക്കാണ് ആര് പ്രാധാന്യം കൊടുക്കുന്നത്, ഫങ്ഷണലിസ്റ്റുകാര് പ്രാധാന്യം കൊടുക്കുന്നത്, അതല്ലാതെ നമ്മുടെ മനസ്സിന്റെ ഘടനയ്ക്കല്ല അല്ലെ. ഫങ്ഷണലിസത്തിൽ നമ്മൾ കാണുന്ന വ്യക്തി ആരാണ്, വില്യം ജെയിംസ് ആണ്, മാറിപ്പോകരുത്. സ്ട്രക്ചറലിസത്തില് വില്യം വൂണ്ടിനെയാണ് നമ്മൾ കാണുന്നത്, പക്ഷെ ഫങ്ഷണലിസത്തിലോട്ട് വരുമ്പോൾ വില്യം ജെയിംസിനെയാണ് കാണുന്നത്. ഇനി ഹ്യൂമനിസം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അവര് സ്റ്റിമുലസ് റെസ്പോൺസിനോ അതല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടല്ല അവർ പറയുന്നത്, മറിച്ച് എന്താണ്, മനുഷ്യനാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യൻ ഇഷ്ടംപോലെ കഴിവുകളുള്ള ഒരു ജീവിയാണ്. അവന് ഏറ്റവും നല്ല ഒരു സ്ഥാനത്തേക്ക് എത്താനായിട്ടുള്ള എല്ലാവിധ പൊട്ടൻഷ്യലും അവനുണ്ട്. അപ്പോൾ വേറെ ആര് സഹായിച്ചില്ലെങ്കിലും ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവന്റെ ലക്ഷ്യസ്ഥാനത്തില് എത്തിച്ചേരാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് അവനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു തോട്ടാണ് ഹ്യൂമനിസ്റ്റുകാര് മുന്നോട്ടേക്ക് വെക്കുന്നത്. അവിടെയാണ് നമ്മൾ കാൾ റോജേഴ്സിനെയും എബ്രഹാം മാസ്ലോവിന്റെയും കോൺസെപ്റ്റുകൾ കാണുന്നത്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അതിന്റെ ഓപ്ഷൻസ് ബാക്കിയുള്ളത് എന്താണെന്നൊന്ന് ഓർത്തു നോക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അവിടെ എന്തും കൂടെ നടക്കുകയാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു റിവിഷൻ കൂടെ അവിടെ നടക്കുവാണ്. അപ്പോ ഈ പറഞ്ഞതുപോലെ തന്നെ സൈക്കോളജിയിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ അതിന് വേണ്ടത് എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. ഇനിയുള്ള ദിവസങ്ങള് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് റെഡി ആണെങ്കിൽ ടീം സൈലം നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ PYQ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ടീം സൈലം നിങ്ങളതിനെ സഹായിക്കും. നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 1 വേണ്ടിയിട്ടും കാറ്റഗറി 2 വേണ്ടിയിട്ടും കേട്ടറ്റ് കാറ്റഗറി 3 വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും, പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും. എങ്ങനെയാണെങ്കിലും ഒരൊറ്റ ക്ലാസ് പോലും നിങ്ങൾക്ക് മിസ്സാവില്ല. നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആകുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റും. കണ്ട ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. വർഷത്തില് 2 തവണ കേട്ടിട്ടുണ്ട്.
ഈ ഒരു കേട്ടറ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത കേട്ടറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ചിന്തിക്കണ്ട. ഈ വരുന്ന കേട്ടറ്റ് തന്നെ എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തില് പഠിച്ച് മുന്നോട്ടേക്ക് പോവാം. നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യാ, ഈ വരുന്ന കേട്ടറ്റ് നേടിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ്? നിരീക്ഷണ രീതിയിലൂടെ ഏതൊക്കെ തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും? നമുക്കറിയാം ടൂൾസ് ഉണ്ട്, മെത്തേഡ്സ് ഉണ്ട്, സ്ട്രാറ്റജീസ് ഉണ്ട്, അല്ലെ, ടെക്നിക്സ് ഉണ്ട്. കുട്ടികളുടെ ഭാഗത്ത് നിന്നും വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഉപകരണങ്ങളുണ്ട്, രീതികളുണ്ട്, തന്ത്രങ്ങളുണ്ട്. ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെയാണ് നമ്മൾ പലതരത്തിലുള്ള ഉപകരണങ്ങള്, തന്ത്രങ്ങള്, അതുപോലെ തന്നെ രീതികളെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നത്. അപ്പൊ അതിലെ ഒരു രീതിയാണ് നിരീക്ഷണ രീതി എന്ന് പറയുന്നത്, അല്ലെ. കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള വിവരങ്ങളാണ് ശേഖരിക്കാൻ കഴിയുന്നത്? പെരുമാറ്റങ്ങളാണോ, കാഴ്ചപ്പാടുകളാണോ, ധാരണകളും ആശയങ്ങളുമാണോ, മൂല്യങ്ങളാണോ? ഇവിടെ നിരീക്ഷണ രീതി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു കുട്ടിയുടെ പുറമേ നിന്ന് മറ്റൊരാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് നിരീക്ഷണ രീതിയിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെ. ഒരാളുടെ ഓവേർഡ് ബിഹേവിയർ, അല്ലെ, പുറമേ അയാൾ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ ഒരു കുട്ടി എങ്ങനെ പെരുമാറുന്നു, ഒറ്റയ്ക്കിരിക്കുമ്പോൾ എങ്ങനെ പെരുമാറുന്നു, ആ കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത്, ക്ലാസ്സിൽ കൊടുക്കുന്ന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ കുട്ടി എങ്ങനെ പങ്കാളിയാകുന്നു, എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, മറ്റുള്ളവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ, കൂട്ടത്തിൽ കൂടുന്നുണ്ടോ, ഇങ്ങനെ പുറമേ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ കൂടെ മനസ്സിലാവുള്ളൂ, നിരീക്ഷണ രീതിയിൽ കൂടെ മനസ്സിലാവുള്ളൂ. ആ ഒരു കുട്ടിയുടെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ കുട്ടി നേരിടുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ ആ കുട്ടി ചിന്തിക്കുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് കുട്ടി പ്രാധാന്യം കൊടുക്കുന്നത്, ഇങ്ങനെ ഒരാളുടെ അകത്ത് കിടക്കുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, നിരീക്ഷണ രീതിയിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിലെ ഏതാണ് നമുക്ക് ഉത്തരമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ എ ആണ്. പെരുമാറ്റങ്ങളാണ് നമുക്ക് നിരീക്ഷണ രീതിയിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെ. ആ കുട്ടിയുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് നമുക്ക് ആ കുട്ടീനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, പൂർണ്ണമായ രീതിയിൽ നമുക്ക് മനസ്സിലാവില്ല. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ആശയങ്ങളാണ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്, ഇതും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, നിരീക്ഷണ രീതിയിൽ കൂടെ പൂർണ്ണമായും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഇനി ഓരോ വ്യക്തിയും പ്രാധാന്യം കൊടുക്കുന്ന ചില മൂല്യങ്ങൾ ഉണ്ടായിരിക്കും. ആ മൂല്യങ്ങൾ എന്താണെന്നും നമുക്ക് ചിലപ്പോൾ ശരിയായ രീതിയിൽ നിരീക്ഷണ രീതിയിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ പെരുമാറ്റങ്ങളാണ്. പുറമേ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കോമൺ ആയിട്ടുള്ള പെരുമാറ്റ രീതികൾ ഉണ്ടായിരിക്കും, അത് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ വികസനത്തിൽ സമൂഹവും സംസ്കാരവും വഹിക്കുന്ന പങ്ക് പിയാഷെ പരിഗണിച്ചില്ലെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റില് അയാളുടെ സൊസൈറ്റിയും അയാളുടെ കൾച്ചറും കൃത്യമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടില്ലെന്ന് പിയാഷെ അഭിപ്രായപ്പെട്ടത്, അല്ലെങ്കിൽ പിയാഷെ പറയുന്നത് എന്താണ്? സമൂഹവും സംസ്കാരവും ഒരാളുടെ വികസനത്തില് പങ്ക് വഹിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പിയാഷെ കോൺസെപ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സ്കിന്നർ, നോം ചോംസ്കി, വൈഗോട്സ്കി, സ്റ്റീഫൻ എം കോറി. ആരായിരിക്കും പറഞ്ഞിട്ടുള്ളത്? ആരായിരിക്കും? മനുഷ്യന്റെ വികസനത്തിൽ സമൂഹവും സംസ്കാരവും വഹിക്കുന്ന പങ്ക് പിയാഷെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് അഭിപ്രായം കൊണ്ടുവന്നത് ആരായിരിക്കും? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? പക്ഷെ ഇതെന്താണ്, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമല്ല, പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒന്ന് വളഞ്ഞു മൂക്ക് പിടിച്ചു എന്നുള്ള രീതിയിൽ മാത്രം, അല്ലെ? ആരാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക? നമ്മുടെ ലെവ് വൈഗോട്സ്കി. കാരണം മൂപ്പര് പറയുന്നത് എന്താണ്? മൂപ്പര് പറയുന്നുണ്ട്, ഒരു കുട്ടിക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാല് അറിവുകൾ നിർമ്മിക്കാനായിട്ട് പറ്റില്ല. അതിന് എന്തിന്റെ സഹായം വേണം? അവന്റെ സമൂഹത്തിന്റെ സഹായം ആവശ്യമാണ്, അല്ലെ? ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ്, മുകളിൽ കൂടെ ഒരു വിമാനം പോകുന്നുണ്ട്, പക്ഷെ ഞാൻ പറയാണ് അതൊരു കിളിയാണ് എന്ന രീതിയിൽ ഞാൻ അതിനെ പറയുന്നു, ഞാൻ അതിനെ മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ കണ്ടത് കിളീനെയല്ല, മറിച്ച് എന്തിനെയാണ്? വിമാനത്തിനെയാണ് കണ്ടത്. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞു അത് കിളിയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഞാൻ അത് തന്നെ മനസ്സിലാക്കി, അത് തന്നെ ആ ഒരു രീതിയിൽ തന്നെ നാം മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ കാഴ്ചപ്പാടില്
എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തെറ്റുകൾ പറ്റും. സ്വാഭാവികമായിട്ടും അവിടെ എന്നേക്കാൾ കൂടുതൽ അറിവുള്ള ഒരു വ്യക്തി എനിക്ക് എന്തു പറഞ്ഞു തരണം? മക്കളെ, അത് കിളിയല്ല, അതൊരു വിമാനമാണ്. അങ്ങനെയാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ശരിയായ അറിവിനെ എന്റെ വൈജ്ഞാനിക ഘടനയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ പിയാഷെ പറയുന്നത് ഒരു വ്യക്തിക്ക് എന്താണ്? അയാളുടെ അനുഭവങ്ങളുടെ ഭാഗമായിട്ട് അറിവുകൾ നിർമ്മിക്കാൻ പറ്റും എന്ന് പിയാഷെ പറയുന്നു. പക്ഷെ ഇവിടെ വൈഗോട്സ്കി പറയുമ്പോൾ അവിടെ എന്താണ്? സമൂഹത്തിനും അയാളുടെ സംസ്കാരത്തിനും കൃത്യമായിട്ടുള്ള ഒരു റോൾ ഉണ്ട്. അറിവുകൾ നിർമ്മിക്കുന്നതില് സമൂഹവും സംസ്കാരവും കൃത്യമായിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് വൈഗോട്സ്കി എന്ത് ചെയ്യുന്നത്? സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുന്ന ഒരു ആശയം അവതരിപ്പിക്കുന്നത്. കുട്ടികൾ അറിവ് നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ അവിടെ എന്താണ്? സമൂഹത്തിന്റെ സഹായത്തോടു കൂടിയാണ് അറിവുകൾ നിർമ്മിക്കുന്നത്, അല്ലെ? വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട്. അതില് MKO, അതുപോലെ തന്നെ ZPD എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. റെസിപ്രോക്കൽ ടീച്ചിങ്, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്? നമ്മുടെ വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി സ്കിന്നറിനെ നമുക്കറിയാം. സ്കിന്നർ നമ്മൾ എവിടെ കാണുന്നതാണ്? ബിഹേവിയറിസത്തിൽ കാണുന്ന വ്യക്തിയാണ്. ഓപ്പറന്റ് കണ്ടീഷനിങ്, അല്ലെ? പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം. അതുപോലെ തന്നെ പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ആരുടെയാണ്? സ്കിന്നറിന്റേതാണ് നമ്മൾ കാണുന്നത്. ഇനി ചോംസ്കിയുടെ അടുത്തേക്ക് വരുമ്പോൾ ചോംസ്കിനെ നമ്മൾ എവിടെയാണ് കാണുന്നത്? ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചോംസ്കിനെ കാണുന്നത്. ഫാദർ ഓഫ് മോഡേൺ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ, അവിടെയാണ് നമ്മൾ ലാഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ കാണുന്നത്. അതൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് നോം ചോംസ്കി ആണ്. ഇനി സ്റ്റീഫൻ എം കോറിനെ എടുത്ത് നോക്കുമ്പോൾ മൂപ്പരെ നമ്മൾ എവിടെയാണ് കാണുന്നത്? ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് കാണുന്നത്, അല്ലെ? ക്രിയാ ഗവേഷണം. അപ്പോ ഓരോരോ കാര്യങ്ങളും എന്ത് ചെയ്യാ? കൃത്യമായിട്ട് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വികസനത്തിന്റെ ഏതു ഘട്ടത്തിലും ആരെയും ഏതു വിഷയവും ആത്മാർത്ഥതയോടെയും ബുദ്ധിപരമായും പഠിപ്പിക്കാവുന്നതാണ്. ഈ ആശയം ആരുടേതാണ്? ഇതെന്താണ്? കുറച്ചൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? വികസനത്തിന്റെ ഏതു ഘട്ടത്തിലും ആരെയും നമുക്ക് ഏതു വിഷയവും ആത്മാർത്ഥതയോടെയും ബുദ്ധിപരമായും പഠിപ്പിക്കാവുന്നതാണ്. ഈ ആശയം ആരുടേതാണ്? ബ്രൂണർ, വൈഗോട്സ്കി, ലെവിൻ, പിയാഷെ. ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ആരായിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത്? നമുക്ക് സംശയം വരാൻ സാധ്യതയുള്ളത് ബ്രൂണറിനെയും അതുപോലെ തന്നെ വൈഗോട്സ്കിനുമാണ്, അല്ലെ? രണ്ടു കൂട്ടരുമാണ് വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികൾ. പക്ഷെ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തി ആരായിരിക്കും? ആരുടെ ആശയമാണ് ഈ കൊടുത്തിട്ടുള്ളത്? ബ്രൂണറിന്റെയാണ്, അല്ലെ? നമുക്കറിയാം, ഒരു കുട്ടി, ആ കുട്ടിയുടെ പ്രായം ഏതോ ആയിക്കോട്ടെ, ഏത് ലെവലിൽ കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അതൊന്നും നോക്കണ്ട. മറിച്ച് ബ്രൂണർ പറയുന്നത് എന്താണ്? ഒരു പുതിയ ആശയം നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിന് ആദ്യം എന്തുണ്ടായിരിക്കണം? ഒരു പ്രവർത്തന ഘട്ടം ഉണ്ടായിരിക്കണം. പിന്നീട് അതൊരു ബിംബന ഘട്ടത്തിൽ കൂടെ കടന്നു പോകണം. ഏറ്റവും ഒടുവിലാണ് അത് പ്രതിരൂപാത്മക ഘട്ടത്തിൽ കൂടെ കടന്നു പോകേണ്ടത്. വികസനത്തിന്റെ ഏത് ഘട്ടത്തിലായി കഴിഞ്ഞാലും അവിടെ എന്താണ് പറയുന്നത്? ഏതൊരു കാര്യവും നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷെ അവിടെ സ്വീകരിക്കേണ്ട ഒരു ക്രമമുണ്ട്, അല്ലെ? ആദ്യം ഇനാക്റ്റീവ് സ്റ്റേജ്, അല്ലെ? കൃത്യമായിട്ട് പ്രവർത്തനങ്ങളിൽ കൂടെ മനസ്സിലാക്കാനായിട്ടുള്ള അവസരം ആദ്യം കൊടുക്കണം. രണ്ടാമതായിട്ട് ആ ആശയവുമായി ബന്ധപ്പെട്ട് വരുന്ന ചിത്രങ്ങൾ, അതല്ലെങ്കിൽ വീഡിയോസ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ആ ആശയത്തെ കുറിച്ച് കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്. അതല്ലാതെ ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി അവന്റെ അടുത്ത് എനിക്ക് ഭൂമിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പോയിട്ട് ഇന്നതാണ് മക്കളെ ഭൂമി, അതിന് ഇന്ന പ്രത്യേകതകളുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ലെക്ചർ അടിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കുട്ടികൾക്ക് കിട്ടില്ല. ആ വിചാരിച്ചൊരു എഫക്റ്റീവ്നെസ് ആ ക്ലാസ്സിന് ഉണ്ടായിരിക്കില്ല. അതേസമയം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ ഒരു മോഡലുമായിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. ആ ഭൂമിയുടെ ഷേപ്പ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രത്യേകതകൾ എന്താണെന്നും പറയാനായിട്ട് എനിക്ക് ഏതിൽ കൂടെ സാധിക്കും? ഈ മോഡലിന്റെ സഹായത്തോടു കൂടി എനിക്ക് സാധിക്കും. അവിടെ കുട്ടികൾക്ക് എന്തുണ്ട്? കൃത്യമായിട്ട് ആ കാര്യം
തൊട്ടറിഞ്ഞ് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളും വീഡിയോസും കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ അവർക്ക് എന്താണ്, പ്രവർത്തനത്തിൽ കൂടെ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം ഒന്നും കൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഭൂമിയുടെ പ്രത്യേകതകള് ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് അതെന്താണ്, എളുപ്പം ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും, അല്ലെ, എളുപ്പം മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു രീതിയിൽ കൂടെയാണ് എന്ത് നടക്കേണ്ടത്, ആശയ രൂപീകരണം നടക്കേണ്ടത് എന്നാണ് നമ്മുടെ ബ്രൂണർ പറഞ്ഞു വെക്കുന്നത്. പിയാഷേന്റെ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. അവിടെ എന്താണ്, വൈജ്ഞാനിക വികാസം നടക്കുന്നത് ഓരോ ഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്, അല്ലെ. കുട്ടികൾക്ക് ഓരോ പ്രായത്തിലും വ്യത്യസ്ത തരത്തിലുള്ള വൈജ്ഞാനികപരമായിട്ടുള്ള കഴിവുകളാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ പ്രായത്തിനെ പരിഗണിച്ചുകൊണ്ട് ആ രീതിയിലോട്ട് എന്ത് ചെയ്താൽ മതി, അവർക്ക് ആശയങ്ങൾ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ രീതിയിലോട്ട് അനുഭവങ്ങൾ കൊടുത്താൽ മതി എന്നാണ് നമ്മുടെ പിയാഷെ പറഞ്ഞു വെക്കുന്നത്. അവിടെയാണ് നമ്മൾ 4 സ്റ്റേജുകളും അവിടെ എന്തൊക്കെ കഴിവുകൾ നേടിയെടുത്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോ നമ്മുടെ സൈക്കോളജിയിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ക്ലാസ്സിൽ റിവൈസ് ചെയ്ത് നോക്കിയത്. നമുക്കറിയാം ഓരോ കോൺസെപ്റ്റും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എടുത്ത് നോക്കുവാണെങ്കിലും, ലേണിംഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ എടുത്ത് നോക്കുവാണെങ്കിലും, പെഡഗോജി പോർഷൻസ് എടുത്ത് നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ടാണ് ചോദ്യങ്ങൾ കേട്ടിട്ട് ചോദിക്കാറുള്ളത്. അപ്പൊ ഇതിലെ ഓരോ ഭാഗം വിട്ട് കളയുക എന്ന് പറയുന്നത് നമ്മുടെ മാർക്കാണ് അവിടെ പോവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ഏരിയ ബേസിലും എന്തുണ്ട്, വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ലേണിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം 15 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. അത് അത്രയും നല്ല രീതിയിൽ എന്ത് ചെയ്യണം, എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ കോൺസെപ്റ്റും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികളും അതെങ്ങനെയൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ടേക്ക് പോവാം. അടുത്ത കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ്സോ അതല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ് ആയിട്ട് വേണമെങ്കിലോ ഒന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് കമന്റ് ആയിട്ട് കൊടുക്കാം. അടുത്ത ക്ലാസ്സിൽ പുതിയ ചില ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്